ഹായ് സ്റ്റുഡൻസ്, തേർഡ് സെമസ്റ്റർ BBA FI UGPക്കാരുടെ ഒരു സബ്ജക്റ്റാണ് സ്ട്രാറ്റജിക് കോസ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഇപ്പോഴാണ് അവൈലബിൾ ആയത്. അപ്പോൾ എന്തായാലും ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ കണ്ടൻസ് എന്നുള്ള പ്രധാനമായിട്ടും നോക്കാം. ഇതിൽ പ്രധാനമായിട്ടും 7 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്താണെന്നുള്ളത്, മെറ്റീരിയൽ അക്കൗണ്ടിങ് ആൻഡ് അനാലിസിസ്, ലേബർ അക്കൗണ്ടിങ് അനാലിസിസ്, ഓവർ ഹെഡും അനാലിസിസും, പിന്നെ മാർജിനൽ കോസ്റ്റിങ്ങും ബഡ്ജറ്ററി കൺട്രോളുമാണ് വരുന്നത്. ആൻഡ് ലാസ്റ്റ് വരുന്നത് അതിൻ്റെ പ്രാക്ടിക്കമാണ്, സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള പ്രാക്ടിക്കമാണ്. അപ്പോൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 6 ചാപ്റ്റേഴ്സ് മാത്രമാണ് വരുന്നത്. വളരെ സിമ്പിളായിട്ട് ഏറ്റവും ചെറിയ രൂപത്തിലാണ് നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൽ കാണാൻ പറ്റുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ പല കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഫസ്റ്റ് എന്താണ് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ളത് അറിയണമല്ലോ. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ചാപ്റ്റർ 1 എന്ന് പറയുന്നത്, ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ടത്, അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സസിലൊക്കെ എടുത്ത പോലെ തന്നെ ആയിരിക്കും ഈ ഒരു ടോപ്പിക്കും ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെ ആയിരിക്കുമോ ചോദിക്കുക, ആ രീതിയിലായിരിക്കും ക്ലാസ്സസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളൊരു കേസാണ് എന്താണ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ നമുക്ക് നിങ്ങൾക്കൊരു 3 മാർക്കിന് ഈ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം നമുക്കറിയാം ചിലവ് എന്ന് പറയുന്നത് എന്താണ്, പ്രൈസ് പെയ്ഡ് ഫോർ സംതിങ്. നമ്മളൊരു സാധനം അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപയാണോ അതിന് വേണ്ടി മുടക്കുന്നത് അതിനെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇറ്റ് മീൻസ് എനിത്തിങ് വിച്ച് ഈസ് ഗിവൺ ഓർ സാക്രിഫൈസ്ഡ് ടു ഒബ്റ്റെയിൻ സംതിങ്. എന്തെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ നമ്മൾ നേടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യുന്നത് എന്തിനെയാണോ അതിനെ തന്നെയാണ് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു മീനിങ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പോയിന്റുകൾ നോട്ട് ചെയ്ത് പഠിക്കാം. എ കോസ്റ്റ് ഈസ് ഇൻകേർഡ് വെൻ എ റിസോഴ്സ് ഈസ് യൂസ്ഡ് ഫോർ സം പർപ്പസ്. എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഒരു റിസോഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതിനെയാണ് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വെൻ എ ബിസിനസ് എൻ്റർപ്രൈസ് പ്രൊഡ്യൂസസ് ഓർ സെൽസ് ഗുഡ്സ് ഓർ സർവീസസ് ഇറ്റ് ഇൻകേഴ്സ് കോസ്റ്റ്. നമ്മളൊരു ബിസിനസ് സ്ഥാപനമാണ് നടത്തുന്നതെങ്കിൽ അവിടെ തീർച്ചയായിട്ടും വിൽക്കപ്പെടുന്നത് സാധനങ്ങളോ സേവനങ്ങളോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക്